നമുക്കിന്നൊരു പുട്ടേടിയാവാം. ഡ്രസ്സ് ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഡ്രസ്സ് തപ്പി എനിക്ക് സമയം പോയില്ല. ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്തിട്ട സമയത്ത് എനിക്ക് കറക്റ്റായിരുന്നു. പക്ഷെ ഒറ്റ ദിവസം കൊണ്ട് ഞാൻ വണ്ണം വെച്ചോ എന്നൊരു സംശയം. സാരമില്ല, അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് മുടിയിലോട്ട് പോവാം. എന്തൊക്കെ ചെയ്താലും അവസാനം ഒരു മാറ്റവും വരാത്ത എൻ്റെ മുടിയിൽ വലിയ പണിയൊന്നും എനിക്കില്ല. ഇനി നമുക്ക് കുറച്ച് സ്കിൻ കെയർ ആവാം. സ്കിൻ കെയർ ചെയ്ത് സൺസ്ക്രീം കൂടിപ്പോയോ എന്നൊരു സംശയം. സാരമില്ല, കുറച്ചൊക്കെ ആഡംബരം ആവാമല്ലോ. ഇനി എനിക്ക് ഒട്ടും അറിഞ്ഞൂടാത്ത കാര്യമാണ് മേക്കപ്പ്. എന്നാലും ഞാൻ വീണ്ടും വീണ്ടും ചെയ്യും. എത്രയൊക്കെ കുളമാക്കിയാലും വീണ്ടും വീണ്ടും ഞാൻ ചെയ്യും. എനിക്ക് ചെയ്യാൻ വീണ്ടും ഒരു കോൺഫിഡൻസാണ്. എൻ്റെ ഫേസിലല്ലേ, ആരും ചോദ്യം ചെയ്യാൻ വരത്തില്ലല്ലോ. വരാൻ മടിയുള്ള BB ക്രീമിനെയും തട്ടിയെടുത്ത് തേച്ച് ഇനി നമുക്ക് കുറച്ച് ക്രീമൊക്കെ ആവാം. സ്റ്റോക്ക് ക്രീം എടുത്തതേ ഉള്ളൂ. അതിന് മുമ്പേ ചാടിപ്പോരാൻ വേണ്ടി കാത്തിരുന്ന് കണക്ക്. അതും തേച്ച് നമുക്ക് കുറച്ച് ഗ്ലോയൊക്കെ വരുത്താം. ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് തേക്കാം. ബ്ലഷ് ഇതിന് മുന്നേ ആണോ തേക്കേണ്ടത് ഇതിന് ശേഷമാണോ തേക്കേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഞാൻ മുന്നേയും തേക്കും ശേഷവും തേക്കും. എങ്ങനെയായാലും ചുമന്നിരുന്നാൽ മതിയല്ല. എൻ്റെ ബ്ലഷ് തന്നെയാണ് എൻ്റെ ഐ ഷാഡോ. ഞാൻ എല്ലാത്തിനും അത് തന്നെ യൂസ് ചെയ്യും. എല്ലാ സ്ഥലവും ചുമന്നിരിക്കട്ടെ. നാട്ടുകാർ വിചാരിക്കുമ്പോൾ ഞാൻ കുറച്ച് ഫ്രൂട്ട്സൊക്കെ തിന്നുമെന്ന് വിചാരിക്കട്ടെ. ഇനി നമുക്ക് കുറച്ച് കണ്ണിലേക്കുള്ള കൊത്തുപണിയാവാം. കണ്ണിലങ്ങനെ ഞാൻ അധികം ചെയ്യാറില്ല. കാരണം ചെയ്തത് അവസാനം നാഗവല്ലി ആറാണ് എൻ്റെ പരിപാടി. എങ്കിലും ഇന്നൊരു ഫംഗ്ഷൻ ആയതുകൊണ്ട് മാത്രം നമുക്ക് അകത്ത് മാത്രം വരച്ച് പരിപാടി നിർത്താമെന്നാണ് എൻ്റെ പ്ലാനിങ്. ഇതുവരെ കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇട്ട് ഈ പരിപാടി അങ്ങ് നിർത്താം. ഇല്ലെങ്കിൽ കൊച്ചിനെ കുളിപ്പിച്ച് ലാസ്റ്റ് കൊച്ചില്ലാത്ത അവസ്ഥയാണ് ഞാൻ ആക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി നിർത്തി ലാസ്റ്റ് ഇങ്ങനെ ഒരു കോലത്തിനെ ഒപ്പിച്ചെടുത്തു. ഇനി എങ്ങനെയാവും എന്നെനിക്കറിയത്തില്ല.